വെട്ടം കുറ്റിയിൽ സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും കുടുംബങ്ങളും ഏറെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ്. കാര്യം മറ്റൊന്നുമല്ല, 1ാം ക്ലാസ് മുതൽ അറബി ഭാഷ 1ാം ഭാഷയായി തിരഞ്ഞെടുത്ത അറബി ഭാഷയെ നെഞ്ചോട് ചേർത്ത ശീതളിൻ്റെയും മേഘയുടെയും SSLCയിലെ ഏറ്റവും മികവാർന്ന വിജയമാണ്. SSLC പരീക്ഷയിൽ A+ നിറവിൽ മേഘ ആലത്തിയൂർ സ്കൂളിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അറബി ഭാഷ 1ാം ഭാഷയായി തിരഞ്ഞെടുത്ത ഒരു വിദ്യാർത്ഥി ഏറ്റവും ഉന്നത വിജയം നേടിയിരിക്കുന്നത്. ശീതൾ ആകട്ടെ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അഭിമാനമായി മാറിയിരിക്കുകയുമാണ്. കുറ്റിയിൽ AUP സ്കൂളിൽ ടീച്ചർമാർ അറബി ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മേഘയും ശീതളും അറബി ഭാഷയോട് താല്പര്യം കാണിക്കുകയും വീട്ടുകാർ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. കുട്ടികളുടെ ഈ അറബി ഭാഷയോടുള്ള താല്പര്യം അവരുടെ അമ്മമാർ കുറ്റിയിൽ സ്കൂളിലെ അറബി അധ്യാപികയായ CMT ഫരീദയോട് പറയുകയും ഫരീദ ടീച്ചർ ഏറെ സന്തോഷത്തോടെ കുട്ടികളെ അറബി ഭാഷാ പഠനത്തിന് ഏറ്റെടുക്കുകയും ചെയ്തു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയാണ് ഞാൻ അറബി പഠിപ്പിച്ചത്. മേഘ, ശീതൾ. 1ാം ക്ലാസ് മുതൽ നമ്മൾ അറബിയിലെ അക്ഷരങ്ങൾ ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ് ചെയ്യുക. ഫസ്റ്റിൽ അലിഫ് ബാ ആണല്ലോ സ്റ്റാർട്ടിങ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ആ പാട്ട് രൂപത്തിലും അല്ലാതെയും ഒക്കെ നമ്മൾ അക്ഷരങ്ങൾ പാടിക്കുമ്പം അവർക്കതൊരു കൗതുകമായിട്ട് തോന്നിയിട്ടാവാം എന്ന് തോന്നി. എനിക്കറിയില്ല എന്താണെന്ന് അത് അവർ പറയും. അപ്പോൾ അവർ പിന്നീട് ഇങ്ങനെ അതിങ്ങനെ ബൈഹാർട്ട് പഠിച്ചു. അതിൻ്റെ ശേഷം പിന്നെ അവരെന്നെ ഇങ്ങനെ അതിങ്ങനെ പാടി വീട്ടിലൊക്കെ കൊണ്ടേ കേൾപ്പിക്കും. അപ്പോൾ അവർ വീട്ടുകാരിങ്ങനെ ശ്രദ്ധിച്ചതിൻ്റെ ശേഷമാണ് അവരുടെ അമ്മയും അച്ഛനൊക്കെ വന്ന് പറയുന്നത് മക്കളെ അറബി പഠിപ്പിക്കണം ടീച്ചർ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൂടുതൽ അവരെ കയറി ചെയ്തു. അങ്ങനെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അമ്മമാരാദ്യം പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ടീച്ചർ തന്നെ അത് മെനക്കെട്ട് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തന്നെ അതിൽ കൂടുതൽ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അമ്മമാരും നമ്മളും കുട്ടികളും എന്താ പറയുക ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു വിജയം. പ്രത്യേകിച്ച് അറബി ഭാഷ എന്ന് പറയുന്നത് എന്താ പറയുക അന്താരാഷ്ട്ര ഒരു ലോക നിലവാരത്തിലെത്തുന്ന ഒരു ഭാഷയാണ്, സെനറ്റിക് ഭാഷയാണ്. അപ്പം എന്താ വെച്ചാൽ അവർ അത്രയും അവരുടെ എല്ലാവിധ എഫേർട്ടും എടുത്തുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനൊരു ഈ ഒരു ഭാഷയിൽ നമ്മൾ A+ നേടിയതിലപ്പുറം പാലത്തിയൂർ സ്കൂളിൽ അവിടുത്തെ അവരുടെ അറബി ടീച്ചേഴ്സ് പറഞ്ഞത് ചരിത്രത്തിൽ അറബി ടീച്ചേഴ്സ് എന്നല്ല അവിടുത്തെ സാർമാരെല്ലാവരും പറയണത് ചരിത്രത്തിൽ അങ്ങനെ അവർക്ക് അറബി ഭാഷ പഠിച്ചിട്ട് 1ാം ഭാഷയായിട്ട് എടുത്തിട്ട് ഇതുവരെ അങ്ങനെ ഒരു കുട്ടികൾ അവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ട് മേഘയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ശീതൾ എന്താ ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത്. അവിടെ നമ്മുടെ സ്കൂളിൽ UP സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടാണ് വന്നത്, ബോയ്സ് ഹൈസ്കൂളിലേക്കാണ്. അവിടെ നിന്നും അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സും നന്നായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അവർക്ക് വിജയം. കുട്ടികളും മിടുക്കരായിട്ട് പഠിച്ചു. അപ്പോൾ അവർക്കത് ഇനിയും അവർക്ക് നല്ല നിലയിലെത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. LP മുതൽ CMT ഫരീദ ടീച്ചറുടെ ശിക്ഷണത്തിലും UP ക്ലാസ്സിലെത്തിയപ്പോൾ ഹസ്ന ടീച്ചറുടെ ശിക്ഷണത്തിലുമാണ് കുട്ടികൾ വെട്ടം കുറ്റിയിൽ സ്കൂളിൽ നിന്ന് അറബി പഠനം 7ാം ക്ലാസ് വരെ പൂർത്തിയാക്കിയത്. ക്ലാസ്സിൽ ഏറ്റവും നല്ല കഴിവുള്ള കുട്ടികളായിരുന്നു ഇവരെന്നും തുടർ പഠനങ്ങളിൽ ഇവർ ഉന്നത വിജയം നേടുമെന്നുമുള്ള പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നുവെന്നും ഹസ്ന ടീച്ചർ പറയുന്നു. ഞാൻ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ് ഇവരെ അറബി പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ ഉഷാറായിരുന്നു അവർ. അന്നേ അറബി പഠനത്തിൽ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ മറ്റുള്ള കുട്ടികൾ മദ്രസയിൽ നിന്നൊക്കെ അറബി പഠിച്ചു വരുന്ന കുട്ടികളാണ്. ഇവർ ആദ്യം നമ്മളെ സ്കൂളിൽ നിന്നാണ് അറബി പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരും നമ്മളും അവരുടെ പേരൻസും ഒരുപോലെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട് ഇവർക്ക് ഇങ്ങനൊരു വിജയം കിട്ടിയതിൽ. നമ്മളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇതിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മേഘയെക്കുറിച്ചാണെങ്കിൽ ശീതളിനെ കുറിച്ചാണെങ്കിലും ഇങ്ങനൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. ഇവർ എന്തായാലും അറബിക്ക് A+ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. മറ്റുള്ള വിഷയങ്ങളിലും ഇവർ നല്ല മിടുക്കരായിരുന്നു.
തുടർന്ന് KHM-HSS ആലത്തൂരിൽ 3 വർഷം യാസർ അറഫാത്ത് എന്ന അറബി അധ്യാപകന് കീഴിൽ മേഘ SSLC വരെയുള്ള അറബി പഠനം പൂർത്തിയാക്കി. ശീതൾ കുറ്റിയിൽ AUP സ്കൂളിന് ശേഷം 10ാം ക്ലാസ് വരെ അറബി പഠനം പൂർത്തിയാക്കിയത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അറബി അധ്യാപികയായ ഹഫ്സ ടീച്ചറിൽ നിന്നുമാണ്. തങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മേഘയുടെയും ശീതളിന്റെയും ഏറ്റവും മധുരമാർന്ന ഈ വിജയത്തിൽ ഏറെ അഭിമാനം കൊള്ളുകയാണ് കുറ്റിയിൽ AUP സ്കൂളിലെ HM ലിഷ ടീച്ചർ. ഇവർ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുക എന്നുള്ള ലെവലിൽ രക്ഷിതാക്കളുടെ താല്പര്യത്തോടു കൂടി നമ്മൾ സ്കൂളിൽ ചേരുണ്ടായി. പക്ഷേ ആ ദൗത്യം നമ്മളെ ടീച്ചേഴ്സ് തന്നെ ഏറ്റെടുക്കുകയും അവരെ കാര്യങ്ങളിൽ പൂർണ്ണമായി സഹകരിക്കുകയും അവരെ നല്ലതായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് അവർക്ക് SLCയിൽ ഫുള്ള് A+ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു പുതിയ ഭാഷയാണ് അവർ ആദ്യമായിട്ട് പഠിക്കുകയാണ്. നമ്മളെ സ്കൂളിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്കും നല്ല സന്തോഷമുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുകയാണ്. സ്കൂളിൽ നിന്നാണ് പിന്നെ അതിലൊരു വിദ്യാർത്ഥി മറ്റൊരു ആലത്തൂർ സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. ശരിക്കും ചരിത്ര സംഭവമായിട്ടാണ് ആ സ്കൂളിനെ പിന്നെ അതിനെ കാണുന്നത്. എന്താണ് ഇനിയും അങ്ങനെ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാനുള്ള ഒരു ഞങ്ങൾക്ക് പുതിയ ഭാഷ പഠിപ്പിക്കുന്നതിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമാണ്. പുതിയൊരു ഭാഷയാണ്, അവർ പഠിക്കട്ടെ. ഭാഷ പഠിക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കുട്ടികളങ്ങനെ നന്നാവട്ടെ. കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അറബി ഭാഷ പഠിക്കണമെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി എന്ന് അമ്മമാർ പറയുന്നു. പെട്ടെന്നൊരു ദിവസം വന്നിട്ട്, അതായത് ഇവർ ചെറിയ കുട്ടികൾ സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ ഇവർ ചിലപ്പോൾ ഈ അറബി ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. പിന്നെ ടീച്ചേഴ്സിനോടുള്ളൊരു ഇഷ്ടമാണ് അറബിലേക്ക് വന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫരീദ ടീച്ചറാണ് ഇവർക്ക് LP നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ടീച്ചർ നന്നായിട്ട് കുട്ടികൾക്കാകുമ്പോൾ പാട്ടിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ അറബി പാട്ടൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതേപോലെ വന്നൊക്കെ അറബി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറെ വിളിച്ചപ്പോൾ നമുക്ക് നോക്കാം. കാരണം തുടക്കത്തിലേ നമുക്കൊരു, അതായത് ഇവരെ അറബി പഠിപ്പിക്കണം എന്ന് നമ്മൾ തുടക്കം മുതലേ അത് ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ ആ ക്ലാസ്സിനോടും ടീച്ചേഴ്സിനോടുള്ളൊരു ഇഷ്ടമാണ് ഇവർ ഇതിലേക്ക് വന്നത്. എന്തായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നിട്ട് 2 വർഷം അങ്ങനെയും പോയി. പക്ഷെ എന്നാൽ പോലും പിന്നെ UP നിന്ന് ഉള്ള ഹസ്ന ടീച്ചറൊക്കെ പിന്നെ എന്താ പറയുക, ഓൺലൈനായിട്ടൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഓരോ ദിവസം പുതിയ പുതിയ പദങ്ങളൊക്കെ ഇവരെ പരിചയം, കാരണം ഇവരെ അതിൽ നിന്നൊരു ടച്ച് വിടാതെ നന്നായിട്ട് ഇവരെ അതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അത് കൈവിടാതെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തിരഞ്ഞെടുത്ത് ടീച്ചർമാരൊക്കെ സപ്പോർട്ടോട്ട് പഠിച്ചതാണ്. അപ്പോൾ അവരത് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. തുടർന്നും കുട്ടികളെ അറബി ഭാഷ പഠിപ്പിക്കണമെന്ന ആഗ്രഹമാണുള്ളതെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ശീതളും മേഘയും പറയുന്നത് പഠിക്കാൻ ഏറ്റവും രസമുള്ളതും എളുപ്പമുള്ളതുമായ ഭാഷയാണ് അറബി ഭാഷ എന്നാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ അലിഫ് ബാവ് അതൊക്കെ പാട്ട് പോലെയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാത്തൊരു ഭാഷ, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ടീച്ചറെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളൊരു ഇഷ്ടം കൊണ്ട് എടുത്തതാണ്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞതാണ് അറബി ഭാഷ എടുക്കാനുണ്ടായ കാരണം. അറബി ഭാഷ പഠിക്കുമ്പോൾ ഫസ്റ്റൊക്കെ ഇത്തിരി ടഫ് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ഭാഷനെക്കാട്ടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എല്ലാ വാക്കുകളും അതുപോലൊക്കെ അതൊക്കെ നല്ല എളുപ്പമുള്ളതായിട്ട്. തുടർന്ന് അറബി ഭാഷ തന്നെ എടുക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട്. ലുഅത്ത് ജന്നത്ത് അറബിയ ലുഅത്തും ഫുർഖാൻ അറബിയ. ഞാൻ കുറ്റി സ്കൂളിലാണ് ഫസ്റ്റ് അറബിക്ക് പഠിക്കുന്നത്. നല്ല വൃത്തിയായിട്ടും ടീച്ചേഴ്സിന് എല്ലാ സപ്പോർട്ട് കൊണ്ടും 2 ടീച്ചേഴ്സിന് സപ്പോർട്ട് കൊണ്ടാണ് അറബിക്ക് കൂടുതലായിട്ട് പഠിക്കാനും ഒക്കെ പറ്റിയത്. പിന്നെ വേറെ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇവിടെ കിട്ടിയ അത്ര സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നല്ല ഇവർ ഉണ്ടായതുകൊണ്ടാണ് നല്ല അറബിക്കിനോട് നല്ലതാക്കാൻ പഠിക്കാനൊക്കെ പറ്റിയത്. എന്താണ്, അച്ഛനും വീട്ടിലത്തോരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ അറബിക്ക് പഠിച്ചിട്ട് വിദേശത്ത് കാര്യത്തിലൊക്കെ പോകും, അങ്ങനെ ജോലി സംബന്ധമായിട്ട് പഠിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അടിപൊളി. എല്ലാ ഭാഷയെക്കാട്ടും ഒരു വ്യത്യാസം, സിമ്പിളായിട്ടും നമുക്ക് വേഗം മനസ്സിലാക്കാനും പഠിക്കാനും പറ്റിയൊരു ഭാഷയായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും ഇതെടുത്ത് പഠിക്കുക. നല്ല അടിപൊളിയാണ് ഭാഷ. വേഗം പഠിക്കാനും നമുക്ക് ജോലി സാധ്യതയ്ക്കൊക്കെ അടിപൊളിയായിരിക്കും. ഭാവിയിൽ ഒരു അഡ്വക്കേറ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഹഫ്സ ടീച്ചറാണ് പഠിപ്പിച്ചത്. ടീച്ചറും നല്ല സപ്പോർട്ടൊക്കെ തന്നെയായിരുന്നു.
പിന്നെ ഇവർ ആക്കിയ പോലെയല്ല നമ്മൾ ഇത്രയും വർഷം വരെ കൂടെ നിന്നിട്ട് പുതിയൊരു ഇതിക്ക് പോയപ്പോൾ കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. ഞാനിവിടെ 8ാം ക്ലാസ് മുതലാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ അറബി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് യാസിർ അറഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. സാറിൻ്റെ സപ്പോർട്ടും പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ടും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നെ എല്ലാ കാര്യത്തിലും സാറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഓരോ പഠിക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ സാറിൻ്റെയും പിന്നെ എന്നെ LP മുതൽ സഹായിച്ചുള്ള ഫരീദ ടീച്ചറും അസ്ന ടീച്ചറും ഇവരൊക്കെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഫുൾ A+ കിട്ടാനുള്ള ഒരു റീസൺ. പിന്നെ ഭാവി തലമുറയോട് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഷ എന്ന് പറയുന്നത് നല്ല എളുപ്പമാണ്. എളുപ്പം കൊണ്ട് മാത്രമല്ല, നമുക്കിപ്പോൾ ജോലി സംബന്ധമായിട്ടും നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരു എടുക്കുന്ന പോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷ തന്നെയാണ്. അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അറബിക് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂസ് 99 തിരൂർ.